പലപ്പോഴും നമ്മുടെ ഈ നാട്ടിലിപ്പം ഏതെങ്കിലും ഈ ഒഴിഞ്ഞ പ്രദേശം അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ കുട്ടികളെ കാണാം. പക്ഷേ ഈ കുട്ടികൾക്കെല്ലാം അവരുടെയൊക്കെ അതായത് ഈ ഡ്രഗ്സിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ശാരീരിക രീതികൾ തന്നെ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ചിലർ മുടിയൊക്കെ പ്രത്യേക രീതിയിൽ വളർത്തുന്നു, ചില പ്രത്യേക തരത്തിലുള്ള വേഷങ്ങൾ അവരെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇവന് കുഴപ്പത്തിൽ ചാടിയ ആളാണെന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാവും. എന്തുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റൈലിലേക്ക് എല്ലാവരും ഒരു രീതിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പം എന്താ നമുക്ക് സൈക്കോട്രോപ്പി, അതായത് തലച്ചോറിനെ ബാധിക്കുന്നൊരു സംഭവമാണ്. അത് എന്ന് പറഞ്ഞാൽ ലിക്കർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലഹരി ലിക്കർ ഉപയോഗിച്ച് കഴിയുമ്പം ഒരു ലിക്കർ ഉപയോഗിക്കുന്ന ആളെയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്. അയാൾ വേച്ച് നടക്കുന്നു, കണ്ണു ചുമന്നു, അത് അല്ലെങ്കിൽ അയാൾ സംസാരത്തിൽ മറ്റേ കുഴച്ചിൽ വരിക, പിന്നെ സ്മെല്ല് വരിക, അങ്ങനെ നമുക്ക് മറ്റേ ലിക്കർ വെച്ച് ഉപയോഗിക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗഞ്ച ഉപയോഗിക്കുന്ന അയാൾക്ക് ഓരോ സിംറ്റംസ് ഉണ്ട്. അതായത് അയാൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അയാളുടെ കൈയുടെ അറ്റത്ത് മഞ്ഞ നിറം ഉണ്ടാവും, അയാളുടെ ശരീരത്തിന് അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് വല്ലാത്ത സ്മെല്ലുണ്ടാവും. അതുപോലെ ഇയാൾ നോർമൽ രീതിയിൽ നിന്ന് സാധാരണ മറ്റ് ബാക്കിയുള്ള ഡ്രഗ്സുകളാണ് ഇത് അവർ അഗ്രസീവ് മൂഡായിരിക്കും. സംസാരിക്കുന്ന വലിയ സൗണ്ട് എടുത്ത് ഡ്രഗ്സൊക്കെ ആണെങ്കിൽ വലിയ സൗണ്ട് എടുത്ത് MDMA പോലുള്ള സംഭവങ്ങളാണെങ്കിൽ വലിയ സൗണ്ട് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറുപടി ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല, കഞ്ചാവിന് അങ്ങനെയല്ല. കഞ്ചാവ് വളരെ സ്ലോ ആയിട്ട് കാമായിട്ട് അല്ലെങ്കിൽ പാട്ട് ഒക്കെ കേട്ട് ഇങ്ങനെ റിലാക്സിങ് മൂഡിലായിരിക്കും, മയങ്ങി നിൽക്കുന്ന മൂഡിലായിരിക്കും ഈ ഗഞ്ച ഉപയോഗിക്കുന്ന ആൾക്കാരുടെ. അങ്ങനെ അതേസമയം ബാക്കിയുള്ള ഡ്രഗ്സിലാണെങ്കിൽ ഭയങ്കര അവൻ്റെ സംസാരം അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി, അതുപോലെ അവൻ്റെ കണ്ണിൻ്റെ താഴെ കറുത്തിരിക്കും, കണ്ണ് ചുവന്നിരിക്കും, സ്വെറ്റ് ചെയ്തിരിക്കും, വല്ലാണ്ട് വേർത്തിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണി വലുതായിട്ട് വരും. അങ്ങനെയുള്ള സിംറ്റംസ് ഓരോന്നിനും കാണിക്കും. അപ്പം നമുക്കത് പക്ഷേ ഈ സിംറ്റംസ് എന്ന് പറഞ്ഞ ഡ്രഗ്സിൻ്റെ ഇതിനകത്ത് സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന സിംറ്റംസ് വെച്ച് നമുക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പലപ്പോഴും ഈ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഗ്യാങ്ങുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട റാക്കറ്റുകൾ ആദ്യത്തെ കുറച്ച് ഡോസുകൾ ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും. പിന്നെ അഡീഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെയും കൂടെ വില ചേർത്ത്, ആദ്യം കൊടുത്തതിൻ്റെയും കൂടെ വില ചേർത്ത് പറയുന്നത് പിന്നെ ഈടാക്കും. പിന്നെ അത് ഈ മാല പൊട്ടിക്കൽ ഇങ്ങനെ പൈസ കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊന്ന്. അല്ലാതെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ബാധിക്കുന്നത് എതിനെയാണ്? തലച്ചോറിനെയാണ്. തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ വേറെ എന്താ ഉള്ളത്? അവന് ഒറ്റ ഇതേ ഉള്ളൂ, അവനൊറ്റ എയിമേ ഉള്ളൂ. അവന് ഈ സാധനം കൈ കിട്ടുക, സാധനം ഉപയോഗിക്കുക. അവൻ എന്ത് മാർഗവും അതിനു വേണ്ടി ചെയ്യും. ലിക്കറാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഡ്രഗ്സ് ആണെങ്കിൽ അവൻ്റെ ഈ തലച്ചോറിനെ ബാധിച്ച് അവന് പിന്നെ ഫ്രണ്ടിൽ സഹോദരനില്ല, അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളില്ല. അവനുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രം, അവനെ എങ്ങനെയും ഡ്രഗ്സ് ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അത് കിട്ടാനുള്ള സകല മാർഗവും അവൻ തേടും. അതിപ്പം വിഡ്രോവൽ അടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വിഡ്രോവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. അതിന് പറ്റുന്ന മെഡിസിൻ കൊടുത്താണത് നോർമൽ രീതിയിലേക്ക് എത്തുന്നത്.